ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫുഡ് റിവ്യൂസ് കൊച്ചി. ഇന്നിപ്പോൾ ഇവിടെ നല്ല മഴയാണ്. അപ്പം ഞങ്ങൾ മഴയത്ത് ഞങ്ങൾക്ക് കുറച്ചുകൂടെ വിശപ്പ് കൂടിയപ്പോഴേക്കും നേരെ ഫുഡ് കഴിക്കാനായിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിപ്പം ഞങ്ങളുള്ളത് ഒരു പാനേഷ്യൻ റെസ്റ്റോറൻ്റ് ആണ്. പാലാരോട്ടത്തുള്ള ചോപ്സ്റ്റിക്സ് ആണ്. ചോപ്സ്റ്റിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ കാക്കനാട് നിന്ന് പാലാട്ട സിഗ്നലിൽ നിന്ന് ഡയറക്റ്റ് പാലാട്ടം ജംഗ്ഷനിലേക്ക് പോണ വഴി ബാസ്കിൻ റോബിൻസിൻ്റെ മുകളിലാണ്. പിന്നെ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് 5A സെക്ട് എന്ന് പറഞ്ഞിട്ട് പൊളോണിക്കയൊക്കെ ഉണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റാണിത്. പിന്നെ ഇത് ചോപ്സ്റ്റിക്സിന്റെ ആദ്യത്തെ ഔട്ട്ലെറ്റ് ആണ് കൊച്ചിയിലുള്ള. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ തന്നെ വരാമെന്ന് പറഞ്ഞത്. എന്തോ ഈ ഒരു ഔട്ട്ലെറ്റ് പണ്ടേ തൊട്ട് ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. പലയിടത്തും നമ്മളെപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിലായിട്ട് പലയിടത്താണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ കൂടുതലും വന്നിരിക്കുന്നത് ഇവിടെ തന്നെയാണ്. അതാണ് ഇവർക്ക് വേറെ 2 ഔട്ട്ലെറ്റ്സ് ഉണ്ട്, തൃപ്പൂണിത്തുറയിലും ഉണ്ട്, കാക്കനാടും ഉണ്ട്. എന്നാൽ പോലും ഇവിടുത്തെ ഔട്ട്ലെറ്റാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം പേഴ്സണലി. അതുകൊണ്ട് ഇവിടെ തന്നെ വരാൻ തീരുമാനിച്ചത്. പിന്നെ മഴയാണല്ലോ, മഴയത്ത് വിശപ്പ് കൂടും. സ്വാഭാവികമായിട്ട് വിശപ്പുള്ള ആൾക്കാർക്ക് കൂടുതൽ വിശക്കും. അപ്പോൾ പിന്നെ ഞങ്ങൾ അകത്തേക്ക് ഞാൻ ആദ്യമായിട്ട് ചോപ്സ്റ്റിക്സ് ഉപയോഗിക്കാൻ പഠിച്ചത് ഈ കടയിൽ വന്നിട്ട് തന്നെയാണ്. ഇവിടെയാണ് പ്രോബബ്ലി എന്നുകൊണ്ട് ആദ്യമായിട്ട് ചോപ്സ്റ്റിക്സ് വന്നത് തന്നെ. ഞാൻ ഇവിടെ വന്നിട്ടാണ് അത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് കുറച്ചെങ്കിലും പഠിച്ചത്. അത് ഈ 3 ഫിംഗേഴ്സിൽ ഇങ്ങനെ വെച്ചിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ. ഇച്ചിരി പാടാണ് ആദ്യം യൂസ് ചെയ്ത് പഠിച്ചെടുത്ത് വരാൻ. കണ്ടില്ലേ, പ്രാക്ടീസ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ എടുക്കാൻ പറ്റുന്നതാണ്. ഇവർ ചൈനീസ് ആൾക്കാർ, പാനേഷ്യൻ ആളുകൾ എല്ലാവരും റൈസ് വരെ കഴിക്കും ഇത് വെച്ചിട്ടൊക്കെ. എനിക്ക് അത്ര സ്കില്ലൊന്നുമില്ല, എന്നാലും തരക്കേടില്ലാതെ ഈ സംഭവത്തിൽ നിന്ന് കുത്തിയെടുത്ത് കഴിക്കാൻ എനിക്കറിയാം. അപ്പോൾ നമ്മുടെ സൂപ്പ് വന്നു. ഞങ്ങളൊരു വാങ്ടോൺ നൂഡിൽ ചിക്കൻ സൂപ്പാണ് പറഞ്ഞത്. ഒരു ക്ലിയർ സൂപ്പാണ് സംഭവം. അതിനകത്ത് മോമോസ് ഉണ്ടാവും. ഞങ്ങൾ ഇതിന് മുന്നേ വന്നത് കഴിച്ചപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് തന്നെ പറഞ്ഞത്. അടിപൊളി, നല്ല ആവി പറക്കണ സൂപ്പ്. അപ്പം ഞങ്ങളിത് കുടിച്ചു നോക്കട്ടെ. എന്തായാലും ഇത് വെച്ചിട്ട് സൂപ്പ് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഐറ്റം വന്നു ബീഫ് ഫ്രൈഡ് റൈസ്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്, വെറും ബീഫ് മാത്രം. ചിക്കൻ ഫ്രൈഡ് റൈസ് അല്ല, മിക്സഡ് ഫ്രൈഡ് റൈസ് അല്ല, ബീഫ് മാത്രം. അപ്പം ഞങ്ങൾ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ ഞാൻ കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ്, സംഭവം കൊള്ളാം. 150 രൂപ നല്ല ലാഭം. ബീഫ് ഫ്രൈഡ് റൈസ് പാലാട്ടത്തുള്ള ഹൈവേ തന്നെയുള്ള ചോപ്സ്റ്റിക്സ് ആണത്. പാലാട്ടം ജംഗ്ഷനിലോട്ട് പോകുന്ന വഴി റൈറ്റ് സൈഡ്. ഇതിന് കറിയുടെ ആവശ്യം പോലും ഇല്ല കേട്ടോ. 150 രൂപ കൊടുത്ത് തന്നെ മുതലാണ്. കറി പോലും ആവശ്യമില്ല ഇതിന്, വെറുതെ തിന്നുകൊണ്ടിരിക്കാം. സൂപ്പർ സാധനം. ഇത്രയൊക്കെ കഴിച്ചിട്ടും ബില്ല് ഉണ്ട് കേട്ടോ. ഞങ്ങൾ 2 സാധനം കഴിക്കേണ്ടി വന്നുള്ളൂ, അപ്പോഴേക്കും തന്നെ വയറ് നടത്തി. ഇവിടുത്തെ ഒരു പ്രത്യേകത അത് തന്നെയാണ്. കാണാൻ പറ്റണമെന്ന് അറിയില്ല. ഞങ്ങൾ 2 സാധനം കഴിച്ചുള്ളൂ, വാങ്ടോൺ സൂപ്പ് നൂഡിൽസും ഈ ബീഫ് ഫ്രൈഡ് റൈസും. 2 മതി, 2 പേർക്ക് വയറ് നിറയും. നല്ല ക്വാണ്ടിറ്റി നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് പോയി ഫ്രൈഡ് റൈസിൻ്റെ. എന്തായാലും വന്ന് കഴിച്ചു നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. സൂപ്പർ ഐറ്റമാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, നല്ലോണം വയറിറങ്ങി.
കാരണം ഞങ്ങള് സത്യം പറഞ്ഞാൽ അധികം മേടിച്ച് കഴിച്ചില്ലല്ലേ കുറെ സാധനങ്ങൾ കഴിക്കാനാണ് വിചാരിച്ചത്. പക്ഷേ ഒരു സൂപ്പ്, ചിലപ്പോ സൂപ്പ് കഴിച്ചോണ്ടാവാം കേട്ടോ. സൂപ്പ് ഭയങ്കര ക്വാണ്ടിറ്റിയാണ്. മൊത്തം 4 മോമോ അല്ലേ, 4 മോമോ നൂഡിൽസും എല്ലാം കൂടി ആയിട്ട് അടിപൊളി. അത് മോമോ മടക്കിയിരിക്കുന്ന രീതി ഫ്ലവർ പോലെ ആയിരുന്നു. നല്ല രസം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മോമോ കേട്ടോ. പിന്നെ നമ്മളൊരു ഫ്രൈഡ് റൈസ് അത് ചിലപ്പോ ഇന്ന് വിശപ്പിത്തിരി കുറവായതുകൊണ്ട് ആവാട്ടോ. ഇപ്പൊ നമ്മള് കുറച്ച് ലേറ്റ് ആയി കഴിക്കാൻ, ഗ്യാസ് കയറിയിട്ടാണോ എന്നാലും. പക്ഷെ അപ്പഴും ഞാൻ പറയാം, ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ക്വാണ്ടിറ്റി. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട. ഒരെണ്ണം മേടിച്ചാൽ 2 പേർക്ക് എന്തായാലും കഴിക്കാൻ പറ്റും. സൂപ്പർ. അതും നല്ല ഫ്ലേവറാ. സത്യം പറഞ്ഞാൽ ഇവർക്ക് നഷ്ടമെന്ന് ഞാൻ പറയും. കാരണം വെച്ചാൽ ഇത്രയും ഫ്ലേവറുണ്ട്. കറി ചിലപ്പോൾ വാങ്ങേണ്ടി വരില്ല, ഞങ്ങൾക്ക് കറി വാങ്ങേണ്ടി വന്നില്ല. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ചേട്ടനോട് പറഞ്ഞ ചേട്ടൻ ഞങ്ങൾക്ക് ഒരു നൂഡിൽസും ഒരു ഫ്രൈഡ് റൈസും, കാരണം 2 കാണിച്ചു തരാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ 2 പറഞ്ഞത്. പക്ഷെ ആ ചേട്ടൻ പറഞ്ഞു വേണ്ട. ചേട്ടൻ നോക്കുമ്പോ ചേട്ടനല്ല, ശരിക്കും പറഞ്ഞാൽ എന്റെ അച്ഛന്റെ പ്രായമുണ്ട്. അപ്പൊ അങ്കിൾ അങ്ങനെ പറഞ്ഞു, വേണ്ട, ഇത് അതിന്റെ ആവശ്യമില്ല, 2 പേരല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ പക്കയുണ്ട, അടിപൊളി. ഇതിപ്പോ ഒരു 10ന് മുകളിൽ തവണ ഞാൻ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ അമ്മയുടെ ബർത്ത്ഡേ അല്ലേ? ബർത്ത്ഡേ, ഇവളുടെ ബർത്ത്ഡേ. പിന്നെ നമ്മുടെ കൂട്ടത്തില് കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് ഫുഡ് ബ്ലോഗിംഗ് ഉള്ളവരായിട്ട് തന്നെ നമ്മൾ ഒരു ദിവസം ഒരാളെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ ഇവിടെ അപ്പൊ 3 തവണ ഉള്ളു വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാ തവണയും ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ് ഇവിടുത്തെ ഫുഡ് കേട്ടോ. അപ്പോൾ പാലാരിവട്ടം ഔട്ട്ലെറ്റ് ഞങ്ങൾ ഭയങ്കര അധികം റെക്കമെൻഡ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ തന്നെ വന്ന് കഴിക്കാനായി ഞാനും പറയുള്ളൂ. കാരണം സിറ്റിയുടെ അടിവിൽ തന്നെയല്ല, പാർക്കിംഗ് ഉണ്ടെന്നാൽ പോലും ഇവിടെ വന്ന് കഴിച്ചു നോക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അടിപൊളിയാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം അടുത്തൊരു സ്ഥലവും വേറെ അടിപൊളി വീഡിയോസ് ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. അയ്യോ, ഒരു കാര്യം പറഞ്ഞു, സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്താൽ മതി. ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനെ കുറെ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് യൂട്യൂബ് വരുമാനം തന്നോളൂ. നമ്മൾ വേറെ ആരുടെയും മുന്നിൽ കൈനീട്ടേണ്ട ആവശ്യം വരില്ല. അപ്പൊ എന്തായാലും ഞങ്ങളുടെ ചാനൽ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളോട് ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുകയാണ്. അപ്പോ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ കട്ട വെറൈറ്റി ഫുഡൊക്കെ തപ്പിക്കൊണ്ടിരുന്ന. അപ്പൊ ഇതുപോലെ കുറെ സംഭവങ്ങളായിട്ട് തിരിച്ചു വരും കേട്ടോ. അപ്പൊ നെക്സ്റ്റ് കാണുന്നവരെ വീണ്ടും ബൈ ബൈ.